ബൈബിൾ എങ്ങനെയുണ്ടായി? സ്വർഗത്തിൽ നിന്ന് നൂലിന്മേൽ ഇറങ്ങി വന്നതല്ല ബൈബിൾ. ദൈവം തൻ്റെ വചനം, സന്ദേശം ചില നല്ല മനുഷ്യരെ അറിയിച്ചു. ദൈവപ്രേരണയാൽ അവരത് മറ്റുള്ളവരുമായി പങ്കുവച്ചു. ഈ വാമൊഴി അവർ തന്നെയോ അത് കേട്ടവരോ വരമൊഴിയാക്കി. ഇങ്ങനെ വാമൊഴിയിൽ നിന്ന് വരമൊഴിയിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ ദൈവവചനം മനുഷ്യവചനത്തിലൂടെ രൂപം പ്രാപിച്ചപ്പോൾ സ്ഥലകാല സംസ്കാര ഭാഷാ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചില അപൂർണതകൾ കടന്നുകൂടിയത് സ്വാഭാവികം മാത്രം. പക്ഷെ ഇതൊന്നും ദൈവത്തിൻ്റെ അടിസ്ഥാന സന്ദേശത്തെ ബാധിക്കുന്നില്ല. കാരണം ആ സന്ദേശം ദൈവത്തിൻ്റെ സ്വന്തമാണ്, പൂർണ്ണമായും ശരിയാണ്. മനുഷ്യൻ്റെ പരിമിതികളാണ് ന്യൂനതകൾ ഉണ്ടാക്കുക. ബൈബിളിൽ തെറ്റുകളും അപൂർണതകളും അന്വേഷിക്കുന്നവർ മാനുഷിക പരിമിതികളിൽ കുടുങ്ങിക്കിടക്കുന്നു. ലിഖിത ദൈവവചനമാകുന്ന ബൈബിളിൽ ദൈവിക സന്ദേശം അന്യൂനമായി നിലകൊള്ളുന്നു. മനുഷ്യൻ്റെ വിജയത്തിന് ആവശ്യമായ ദൈവിക സന്ദേശം അന്വേഷിക്കുന്നവർക്ക് ബൈബിൾ ഉറപ്പുള്ള ദൈവിക സന്ദേശമാണ്. അത് പവിത്രമാണ്, അന്യൂനമാണ്.